ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളും ഇപ്പോൾ ഗവേഷണത്തിൽ കഴിവുള്ളവരെ തേടുകയാണ്. ഈ വിദഗ്ധരെ ആകർഷിക്കാൻ ചില രാജ്യങ്ങളിലെ സർക്കാരുകൾക്ക് ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചവർക്ക് പ്രത്യേക തൊഴിൽ വിസകളും സ്ഥിരം താമസാനുമതിയും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സാധാരണ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ചില വിസകൾക്ക് ജോലി വാഗ്ദാനമോ വിദ്യാർത്ഥി വിസയോ പോലും ആദ്യം ആവശ്യമില്ല. അമേരിക്കയിലും UK-യിലും ഗവേഷകർക്ക് ഗ്രീൻ കാർഡ് നേടാൻ അവസരങ്ങളുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഗവേഷകർക്ക് EB-1A ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാം. ഇത് സ്ഥിരം താമസ സ്ഥലം നേടാനുള്ള ഏറ്റവും വേഗതയേറിയ മാർഗമാണ്. അതുപോലെ അമേരിക്കയുടെ ദേശീയ താൽപര്യത്തിന് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കായി EB-2 NIW എന്ന വിസയുമുണ്ട്. യുണൈറ്റഡ് കിങ്ഡത്തിൽ ഗ്ലോബൽ ടാലന്റ് വിസ ഗവേഷകരെ ഏത് തൊഴിലുടമയ്ക്കും വേണ്ടി ജീവിക്കാനും ജോലി ചെയ്യാനും അനുവദിക്കുന്നുണ്ട്. ഇത് വെറും 3 മുതൽ 5 വർഷത്തിനുള്ളിൽ സ്ഥിരം താമസ സ്ഥലത്തേക്ക് നയിച്ചേക്കാം. വേഗത്തിലുള്ള താമസ സൗകര്യം ലഭിക്കാൻ ഓസ്ട്രേലിയ അടുത്തിടെ നാഷണൽ ഇന്നോവേഷൻ വിസ ആരംഭിച്ചിരുന്നു. ഈ വഴിയിൽ 9 മാസത്തിൽ താഴെ സമയത്തിനുള്ളിൽ നേരിട്ട് സ്ഥിരം താമസ സ്ഥലം ലഭിക്കും. ഇതിന് ഒരു തൊഴിലുടമയുടെ സ്പോൺസർഷിപ്പ് ആവശ്യമില്ല. പക്ഷേ നിങ്ങളുടെ കഴിവുകൾക്ക് വേണ്ടി വാദിക്കാൻ ഒരു ഓസ്ട്രേലിയൻ നോമിനേറ്റർ ആവശ്യമാണ്. സമാനമായി UAE ഗവേഷകർക്കായി 10 വർഷത്തെ ഗോൾഡൻ വിസ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇത് ദീർഘകാല താമസത്തിന് അനുവദിക്കുകയും പുതുക്കാനും കഴിയും. മറ്റ് രാജ്യങ്ങളും കഴിവുള്ളവരെ ആകർഷിക്കാൻ മത്സരിക്കുന്നുണ്ട്. കാനഡ അവരുടെ എക്സ്പ്രസ് എൻട്രി സംവിധാനം ഉപയോഗിക്കുകയും ഒൻറ്റോറയിലെ ഒരു പ്രത്യേക PhD സ്ട്രീം വഴി ഗവേഷകർക്ക് അധിക പോയിന്റുകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. സിംഗപ്പൂർ അസാധാരണമായ വൈദഗ്ധ്യമുള്ളവർക്കായി 1 പാസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ജർമ്മനിയും യൂറോപ്യൻ യൂണിയനും ശക്തമായ പ്രസിദ്ധീകരണ റെക്കോർഡുകളുള്ള ഗവേഷകർക്കായി EU ബ്ലൂ കാർഡും MSCA പോലുള്ള ഫെലോഷിപ്പുകളും നൽകുന്നുണ്ട്. ഈ വിസകൾക്ക് യോഗ്യത നേടാൻ സർക്കാരുകൾ സാധാരണയായി പ്രസിദ്ധീകരിച്ച ഗവേഷണ പ്രബന്ധങ്ങൾ, ഉദ്ധരണികൾ, ഗവേഷണ ഗ്രൂപ്പുകളിലെ അംഗത്വം, മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിനുള്ള അനുഭവം എന്നിവയാണ് നോക്കുന്നത്. മികച്ച പ്രതിഭകളെ ആകർഷിക്കുന്നത് പല രാജ്യങ്ങൾക്കും ഒരു മുൻഗണനയായി മാറിയിരിക്കുന്നു. ഉദാഹരണത്തിന് കാനഡ അടുത്തിടെ രാജ്യത്തേക്ക് കൂടുതൽ ഗവേഷകരെ കൊണ്ടുവരാൻ സഹായിക്കുന്നതിനായി $1.2 ബില്യൺ ബിൽ പുറത്തിറക്കി. ശക്തമായ അക്കാദമിക് അല്ലെങ്കിൽ ഗവേഷണ പശ്ചാത്തലമുള്ള ആർക്കും വിദേശത്തേക്ക് മാറാൻ ഇത് വളരെ ആവേശകരമായ സമയമാണ്. ഇത് നന്നായി മനസ്സിലാക്കാൻ ഈ വിസകളെ ഒരു തീം പാർക്കിലെ ഫാസ്റ്റ് പാസ് പോലെ കരുതുക. മിക്ക ആളുകളും ഒരു ജോലിക്കോ വിദ്യാർത്ഥി വിസക്കോ വേണ്ടി നീണ്ട ക്യൂ നിൽക്കുമ്പോൾ ഉയർന്ന നിലവാരമുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ കൈവശം വെക്കുന്നത് നിങ്ങളെ ക്യൂ ഒഴിവാക്കി നേരിട്ട് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക ടിക്കറ്റ് പോലെയാണ്. ഈ അവസരങ്ങൾ ഗവേഷകർക്ക് അവരുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാനും ലോകമെമ്പാടുമുള്ള സംഭാവനകൾ നൽകാനും വലിയ സാധ്യതകളാണ് തുറന്നു തരുന്നത്. പല രാജ്യങ്ങളും ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കാനും അതുവഴി പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും ശാസ്ത്രീയ മുന്നേറ്റങ്ങൾക്കും വഴിതുറക്കാനും ശ്രമിക്കുകയാണ്. ഇത് ഗവേഷകർക്ക് അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു സുവർണ അവസരമാണ്.